മഹാനായ ഖലീൽ തങ്ങൾ അല്ലാഹുവിടത്തേക്ക് നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. മഅദിനിന്റെ സമ്മേളനത്തിന്റെ തൊട്ട് തലേ ദിവസം ഈ പാവപ്പെട്ട മുതഅല്ലിമും മഹാനായ ഖലീൽ തങ്ങളെ സ്ഥാപനത്തിൽ ഒന്ന് കാണാൻ വേണ്ടി പോയി. തങ്ങളവറുകളോട് അതേ ഖിദ്മത്തിൽ എന്തെങ്കിലും ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ കൂടിക്കൊടുക്കാമെന്ന നിലക്ക് പൊരുത്തം വാങ്ങാൻ വേണ്ടി പോയതാണ്. റൂമിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി നിൽക്കുമ്പോ റൂമിലതാ വലിയ ക്യൂ. ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും അവിടെ അങ്ങ് പോയി തന്നു. മഹാനായ ഖലീൽ തങ്ങൾ വിളിച്ചു, അസ്ഹരി ഇങ്ങോട്ട് വാ, ആരാണ് ഈ നിൽക്കുന്നത് എന്നറിയോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ആരാണ് എന്ന് എനിക്കറിയില്ല. അപ്പൊ മഹാനായ തങ്ങളവറുകൾ എന്നോട് പറയാണ്, ഒക്കെ കുടിയന്മാരാണ്, കള്ള് കുടിച്ചിട്ട് ജീവിക്കുന്നവരാണ്. കൂട്ടത്തിലൊരാളെ തങ്ങളിങ്ങ് വിളിച്ചു. തങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, എത്ര കള്ള് കുടിച്ചിട്ടുണ്ടാകും? അപ്പൊ ഇയാളെ മറുപടി, ഒരു 3-4 കിണർ ഞാൻ കുടിച്ച കള്ള് നിറച്ചാലും കിണറ് മതിയാവൂല, അത്രയും കള്ള് ഞാൻ എന്റെ ജീവിതത്തിൽ കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഞാൻ നന്നാകില്ലെന്ന നിലക്ക് ഞാൻ ഉറച്ചങ്ങ് ജീവിതം അതേ തൊലച്ചങ്ങ് ജീവിച്ചതായിരുന്നു. അപ്പോഴാണ് എന്നോടൊരാള് പറഞ്ഞത്, മഅദിനിൽ ഇങ്ങനൊരു സമ്പ്രദായമുണ്ട്, കള്ള് കുടിച്ചിട്ട് പെട്ടുപോയ ആളുകൾക്ക് നന്നാകാൻ ഒരു വഴിയുണ്ട്, ഒരു മോട്ടിവേഷൻ ഉണ്ട്. അതിനുവേണ്ടി വന്നപ്പോൾ അൽഹംദുലില്ലാഹ് മാസങ്ങളായി ഞങ്ങൾ കള്ളു കുടിച്ചിട്ടില്ല. അത്തരം ദുശ്ചൈതികളിൽ പെട്ടുപോയ ആരെങ്കിലും എന്റെ വഅദ് കേൾക്കുന്നുണ്ടോ? കള്ളുകുടിയിൽ പെട്ടുപോയ ജനങ്ങളുണ്ടോ? ഞാൻ അവരോട് പറയുന്ന, നന്നാകില്ലെന്ന് തീരുമാനിക്കുന്നതിന് പകരം എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കില്ല. ഇതുവരെ സംഭവിച്ചത് എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും. ഏത് സമയത്തും മരിക്കാനുള്ള ശരീരമാണ് എന്റെ ശരീരം. ഞാൻ മരിക്കുന്നതെങ്ങാനും കള്ളു കുടിച്ചിട്ടാണെങ്കിൽ എന്റെ ഖബറിൽ കിടക്കുന്ന രംഗത്തിന്റെ കാര്യം വലിയ ബേജാറ് തന്നെ. അല്ലാ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ.